വറക്കേണ്ട കാണിച്ചില്ല. മത്തി വറക്കുന്നത് അങ്ങനെയാണ്. ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി ഹലോ ചെറിയ ഉള്ളി പൊടിയായി ഇട്ടിട്ട് ഓക്കെ. ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞത്. അതെന്തിനാണ് ചെറിയ ഉള്ളി പൊടിയായി അരിഞ്ഞിട്ടിടുന്നത്? മീൻ വറുക്കുമ്പോൾ ഒരു മണവും ഉണ്ടാവും, മീനിൻ്റെ ഒരു ശാലുണ്ടാവും കുഞ്ഞമ്മത്തിയിൽ. അപ്പോൾ ഈ ശാലും മാറിക്കിട്ടും. ഈ ഉള്ളി മീനും അത് വറുക്കുന്ന സമയത്ത് ഒരു മണവും ഉണ്ടാവും. വറുക്കുന്ന സമയത്തല്ലേ കഴിക്കുന്ന സമയത്തും ഉണ്ടാവും. നടുക്കിലൊക്കെ ഓരോ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മത്തി. ഒരുപാട് കുഞ്ഞമത്തിയല്ല, എന്നാലിതാ. ഇനി ഇതിങ്ങനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വറുക്കോളും. വറുക്കുമ്പോൾ രണ്ട് കറുവേപ്പിൻ്റെ ഇല എണ്ണയിൽ അടിയിലിടുക. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അടിയിൽ കറുവേപ്പിൻ്റെ ഇല ഇട്ട് വറുത്താൽ പൊട്ടിപ്പിടിക്കാണ്ട് വരും. പിന്നെ ഇത് കുറച്ച് വേണ്ട, കുറച്ച് നമുക്ക് നാളേക്ക് തേങ്ങയൊക്കെ അരച്ച് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ട് പുളിയൊക്കെ വാളമ്പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി വയ്ക്കാം നാളേക്ക്. ഇത് നാളേക്കാണ്. ഇത് ഒന്നേക്ക് എന്താ സൂപ്പറായിട്ടില്ലേ? മുളക് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച വേഗം പിടിക്കും. ഒരു മത്തി എന്താ ഈ ചാള വിചാരി പിന്നെ ഷാലുണ്ടാവും. ഷാലില്ലാണ്ടിരിക്കാനാണ് ഈ ചെറിയ ഉള്ളി. അപ്പം പിന്നെ വറുക്കുമ്പോൾ ഒരു നല്ല മണം വരും, കഴിക്കാനുണ്ട്. എൻ്റെ എത്ര പൊടി അരിയാൻ പറ്റണം അത്രയും പൊടിയായി അരിയണം. ചെറിയ ഉള്ളി നീളത്തി പൊടിയായി അരിയണം. ഇന്നത്തെ സ്പെഷ്യൽ നോക്കിയാലോ. ചോറ്, മത്തിച്ചാറ്, ചാള ചാറും മത്തി വറുത്തതും.